കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വേനൽ ചൂടും പരീക്ഷാ ചൂടും മാർച്ച് ചെയ്തു വരുന്ന മാർച്ച് മാസത്തിന്റെ അവസാന ആഴ്ചയിലാണ് നാം. വേനൽ ചൂട് അതിന്റെ പീക്ക് പോയിന്റിലെത്തി നിൽക്കുന്ന ദിനങ്ങളാണിത്. സോ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചില്ലാക്കാൻ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ കൂനമ്മാവിന്റെ റേഡിയോ പ്രിയോറിനൊപ്പം 8Fൽ നിന്നും സാൻവിയ സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്ന് മാർച്ച് 23. ഈ ദിനത്തിന്റെ പ്രാധാന്യം നമ്മോട് പങ്കുവയ്ക്കുന്നത് അനുശ്രീ PM. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മാർച്ച് 23 വർഷത്തിലെ 82-ാം ദിനമാണ്. അതിവർഷത്തിൽ 83-ാം ദിനമാണ്. ചരിത്ര സംഭവങ്ങൾ. 1919 ബെനിറ്റോ മുസോളിനി ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം രൂപവൽക്കരിച്ചു. 1931 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. 1942 രണ്ടാം ലോക മഹായുദ്ധം. ജപ്പാൻ സൈന്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൻഡമാൻ ദ്വീപുകൾ പിടിച്ചടക്കി. 1956 പാകിസ്ഥാൻ ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി. 2001 റഷ്യൻ ശൂന്യാകാശ കേന്ദ്രമായിരുന്ന മിർ നശിപ്പിച്ചു. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി കാലാവസ്ഥയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം ആഘോഷിക്കുന്നു. 1950 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പും നേരത്തെയുള്ള പ്രവർത്തനവും. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള ജലകാലാവസ്ഥാ വിവരങ്ങൾ എന്നതാണ്. സംഗീതത്തിന്റെ മാസ്മരിക ശക്തി അതൊന്ന് വേറെ തന്നെയാണ്. രോഗങ്ങൾ തടയാനും ആയുസ് കൂട്ടാനും മനസ്സിനെ ശാന്തമാക്കാനും എല്ലാം സംഗീതത്തിന്റെ അപാരത നമ്മെ സഹായിക്കുന്നു. മാർച്ച് 28 ലോക പിയാനോ ദിനം. പിയാനോയുടെ മാന്ത്രിക സ്പർശവുമായി സ്മീറ്റ ഡിസിൽവ മിസ്സിന്റെ മകൻ അലൻ.
You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്നാൽ ഒരു കഥ കേട്ടാലോ? ഒരു കുഞ്ഞു കഥയുമായി അനുശ്രീ TV. ഒരിടത്തൊരിടത്ത് വിജയത്തിനു വേണ്ടി കുതിക്കുന്ന കായികാഭ്യാസിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവന് വിജയമെന്നാൽ മത്സരത്തിൽ ഒന്നാമനാവുക എന്നത് മാത്രമായിരുന്നു. ഒരു ദിവസം അവനും മറ്റു 2 ചെറിയ കുട്ടികളും കൂടി അവൻ്റെ ഗ്രാമത്തിൽ വെച്ച് ഒരു ഓട്ടമത്സരം സംഘടിപ്പിച്ചു. ഈ ആവേശകരമായ മത്സരത്തിന് സാക്ഷികളാവാൻ വെഞ്ചനാവിലെ തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. കൂട്ടത്തിൽ ഈ മത്സരം കാണാൻ വേണ്ടി ദൂരദിക്കിൽ നിന്നും വന്ന ഒരു ജ്ഞാനിയായ വൃദ്ധനും ഉണ്ടായിരുന്നു. കാത്തിരുന്ന ആ മത്സരം തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും ഒരുപോലെ മുന്നേറിയെങ്കിലും ആ ചെറുബാലൻ അവൻ്റെ നിശ്ചയദാർഢ്യവും കഴിവും ശക്തിയും ഉപയോഗിച്ച് കുതിക്കുകയും ഒന്നാമതെത്തുകയും ചെയ്തു. കാണികൾ കരാഘോഷങ്ങളോടെ അവനെ എതിരേറ്റു. ആ സമയം ഒരു സന്തോഷവും കാണിക്കാതെ ജ്ഞാനിയായ ആ വൃദ്ധൻ ശാന്തനായി നിന്നു. എങ്കിലും ആ ബാലന് അവൻ്റെ വിജയത്തിൽ അഭിമാനം തോന്നി. വീണ്ടും മത്സരം നടത്താൻ തീരുമാനിച്ചു. 2 ശക്തരായ യുവാക്കൾ ആ ചെറുബാലനോടൊപ്പം മത്സരിക്കാൻ മുന്നോട്ട് വന്നു. മത്സരം തുടങ്ങി. അവൻ തന്നെ വീണ്ടും ഒന്നാമതെത്തുകയും ചെയ്തു. ജനങ്ങൾ വീണ്ടും അവന് വേണ്ടി കരാഘോഷങ്ങൾ മുഴക്കി. ഒരു സന്തോഷവും കാണിക്കാതെ ജ്ഞാനിയായ ആ വൃദ്ധൻ മാത്രം വീണ്ടും ശാന്തനായി നിന്നു. എങ്കിലും അവന് തൻ്റെ വിജയത്തിൽ അതിയായ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. അടുത്ത മത്സരം അവൻ ആർത്തു വിളിച്ചു. ആ സമയം ജ്ഞാനിയായ വൃദ്ധൻ മുന്നോട്ട് വരികയും അവന് പുതിയ 2 എതിരാളികളെ കൊടുക്കുകയും ചെയ്തു. അവശയായ ഒരു മുതിർന്ന സ്ത്രീയും ഒരു അന്ധനും. എന്താണിത്? ആ കുട്ടി തമാശ രൂപത്തിൽ ചോദിച്ചു. ഇതൊരു മത്സരമല്ലല്ലോ, അവൻ അത്ഭുതപ്പെട്ടു. മത്സരിക്കൂ, ആ വൃദ്ധൻ പറഞ്ഞു. ആ ബാലൻ മാത്രം ഓടുകയും മത്സരം ഒന്നാമനായി പൂർത്തിയാക്കുകയും ചെയ്തു. മറ്റു 2 പേർ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അവൻ സന്തോഷത്തിൽ തൻ്റെ കൈകൾ കാണികൾക്ക് നേരെ വീശി. പക്ഷേ ജനക്കൂട്ടം അവൻ്റെ വിജയത്തിൽ ഒരു സന്തോഷവും പ്രകടിപ്പിക്കാതെ ശാന്തരായി നിന്നു. എന്തുപറ്റി? എന്തുകൊണ്ടാണ് ആളുകൾ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തത്? അവൻ ജ്ഞാനിയായ വൃദ്ധനോട് ചോദിച്ചു. വീണ്ടും മത്സരം നടത്തൂ, അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ സമയം നിങ്ങൾ 3 പേരും ഒരുമിച്ച് മത്സരം പൂർത്തിയാക്കണം, അദ്ദേഹം തുടർന്നു. ആ ബാലൻ കുറച്ചുനേരം ആലോചിച്ചു. എന്നിട്ട് കൂടെ മത്സരിക്കുന്ന അവശയായ സ്ത്രീയുടെയും അന്ധനായ യുവാവിൻ്റെയും കൈപിടിച്ചു. അവൻ വളരെ വളരെ പതിയെ അവരോടൊപ്പം നടന്ന് ഫിനിഷിംഗ് ലൈനിലെത്തി. കാണികൾ ഈ തവണ ആവേശത്തോടെ കരാഘോഷത്തോടെ തന്നെ അവനെ എതിരേറ്റു. ആ ജ്ഞാനിയായ വൃദ്ധൻ അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. ഈ സമയം അവന് എതിരേറ്റ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. അപ്പൂപ്പ, ഞങ്ങളിൽ ആർക്കു വേണ്ടിയാണ് അവർ കൈയടിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അവൻ്റെ തോളിൽ കൈവച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞു. മകനെ, ഇതുവരെ നീ വിജയിച്ച മറ്റു മത്സരങ്ങളെക്കാൾ തിളക്കമുള്ളതാണ് ഈ മത്സരത്തിലെ നിന്റെ വിജയം. ഇതിൽ അവർ കൈയടിച്ചത് ഒരു വിജയിക്കും വേണ്ടിയല്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? മത്സരത്തിലെ വിജയമാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരേയൊരു അളവുകോൽ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചോദ്യത്തിൽ നിങ്ങളോടുള്ള ചോദിക്കപ്പെടും. ഈ മത്സരത്തിൽ ആരാണ് നിങ്ങളുടെ കൂടെ ഓടിയത്? അവർ അവശരും പ്രായമുള്ളവരും ആണെങ്കിൽ നീ അവരെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിച്ചോ? നിങ്ങളെല്ലാം ഒരുമിച്ചാണോ മത്സരം പൂർത്തിയാക്കിയത്? കാരണം ഇതാണ്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മത്സരം. അതുകൊണ്ട് ഓടുക. ജീവിതമെന്ന ഈ മത്സരത്തിൽ ഓടുക തന്നെ ചെയ്യുക. പക്ഷേ ഒരു കാര്യം മറക്കരുത്, വിജയിക്കുക എന്നതല്ല പ്രധാനം. ഈ മത്സരത്തിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുത്തു എന്നതാണ് പ്രധാനം. അനുപമവും അഗാധവുമായ സ്നേഹത്തിൻ്റെ പര്യായമാണ് അമ്മ. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന നിമിഷം മുതൽ ആ അമ്മ സഹിക്കുന്ന ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മൂല്യം അവർണ്ണനീയം. അമ്മയുടെ സ്നേഹഗാഥ കവിതയായി നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ദാവീദ് പോൾ. അമ്മ ആരായിരുന്നു? താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നേന്നു വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. താരാട്ടു പാടിയതമ്മ, താലോലമാട്ടിയതമ്മ. പാൽ ചെറിയാൽ ഞാൻ ഉണരുമ്പോൾ പാൽ മധുരം ചുരത്തിയമ്മ, മാമൂണിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു,
മാമൂണിനു നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു. കാൽത്തളയും കരിവളയും പൊന്നരയിലൊലീലസും കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ താരാട്ടു പാടിയതമ്മ താലോലം നാട്ടിയതമ്മ. ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ. ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും താങ്കളുടെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവസ്തുതി ആലാപനം വയലിനിലൂടെ ആയാലോ? നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അന്ന ജോസഫ്. ഈ വേനൽ ചൂടിൻ്റെ വറുതിയിൽ ദാഹമകറ്റാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ധാരാളം ഫ്രൂട്ട്സ് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പോഷകമൂല്യമുള്ളതും വില കുറഞ്ഞതുമായ പഴങ്ങൾ കൊണ്ട് എളുപ്പത്തിലൊരു ജ്യൂസ് തയ്യാറാക്കുന്നത് അനൂഷ ജ്യൂസി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് വേണ്ടത് നല്ലോണം പഴുത്ത പപ്പായ, ഒരു പിടി പുതിനയില, ഒരു നാരങ്ങയുടെ നീര്, മധുരത്തിന് തേൻ, തേനില്ലെങ്കിൽ പഞ്ചസാര. പപ്പായയുടെ തൊലിയും കുരുവും കളഞ്ഞ് കഷ്ണങ്ങളായ അരിഞ്ഞ് മിക്സിയിലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു പിടി പുതിനയില, ഒരു നാരങ്ങയുടെ നീര്, മധുരത്തിന് തേനും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടിച്ചെടുത്താൽ നമ്മുടെ പപ്പായ ജ്യൂസ് റെഡി. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇനിയൊരു പഴയ ഹിന്ദി പാട്ടായാലോ? ആലപിക്കുന്നത് മറ്റാരുമല്ലോ, നമ്മുടെ സ്വന്തം രൂപ മിസ്. झिलमिल सितारों का आंगन होगा, रिमझिम बरस का सावन होगा. झिलमिल सितारों का आंगन होगा, रिमझिम बरस का सावन होगा. ऐसा सुंदर सपना अपना जीवन होगा. झिलमिल सितारों का आंगन होगा, रिमझिम बरस का सावन होगा. प्रेम की कली में एक छोटा सा घर बनाएंगे. प्रेम की कली में ओ प्रेम की कली में एक
छोटा सा घर बनाएंगे कलियां ना मिला कांटों से सजाएंगे बगिया से सुंदर वो बन होगा रिमझिम बरस का सावन होगा ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരൻ പാടുന്ന വേള ആശാസുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര ചിൽമിൽ സിതാരോं का आंगन होगा रिमझिम बरसता सावन होगा പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. അങ്ങനെ പരീക്ഷാ ദിനങ്ങൾ അവസാനിക്കാറായി. വേനലവധി ഇങ്ങ് അടുത്തു. ഇനി അടുത്ത ആഴ്ച റേഡിയോ പ്രിയോൻ്റൊപ്പം സമ്മർ വെക്കേഷനും തുടങ്ങാറായി. അടിച്ചു പൊളിക്കാൻ കൂടെ ഞങ്ങളും. ടിൽ ദെൻ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ